ഗ്രാമജ്യോതി ഓൺലൈൻ പതിപ്പിന് തുടക്കമായി. തൊടുപുഴ പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പി ജെ ജോസഫ് MLA സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല പരാതി നിൽക്കുമ്പോഴാണ് ഗ്രാമജ്യോതി ഓൺലൈനിലേക്ക് കടക്കുന്നത്. തീർച്ചയായും ഗ്രാമങ്ങളിലെ പല സക്സസ് സ്റ്റോറീസ് കാർഷിക രംഗത്ത് അതുപോലെ പുതിയ പരീക്ഷണങ്ങളുടെ കാര്യത്തിലെല്ലാം ഉള്ള പല വിവരങ്ങളും നമുക്ക് ജനങ്ങളെ പഠിപ്പിക്കുവാൻ ഈ പത്രം സഹായിക്കും കരുതുകയാണ്. ഒരു കൊല്ലമായി വിജയകരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾ ഓൺലൈനിലേക്ക് കടന്ന് പുതിയ ഒരു ആവേശത്തോടുകൂടി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധമായ ഭാവങ്ങളും നേരുകയാണ്. പുതിയ വാർത്തകൾ വായിക്കുവാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. അത്തരത്തിൽ പുതുമയുള്ള വാർത്തകൾ കൊടുക്കുവാൻ, അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടാത്ത കാര്യങ്ങൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്നു. PT തോമസ് MP ഭദ്രദീപം കൊളുത്തി. മാധ്യമപ്രവർത്തകൻ A ജയശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വാർത്താ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പ്രാദേശിക പത്രങ്ങളുടെ ഒരു പ്രസക്തി, ഗ്രാമജ്യോതി പോലെയുള്ള തൊടുപുഴയെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ പ്രസക്തി, അതിന് എന്തുമാത്രം പ്രസക്തി ഉണ്ട് എന്ന കാര്യം നമ്മൾ ആലോചിക്കും. ഇപ്പോൾ നമ്മുടെ പ്രാദേശിക പത്രം എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എക്സ്പ്രസ് പത്രമാണ്. തൃശ്ശൂർക്കാരുടെ പ്രധാന ഒരു അവിടുത്തെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു എക്സ്പ്രസ്. എൻ്റെ വീട് ആലുവയിലാണ്. ആലുവയിലും ഈ പത്രം കിട്ടുമായിരുന്നു. തൃശ്ശൂർ വാർത്തകൾക്കാണ് അതിൽ പ്രാധാന്യം. ആഗോള വാർത്തകളൊക്കെ ഉണ്ടാവും, ദേശീയ വാർത്തകളും ഉണ്ടാവും. പക്ഷേ തൃശ്ശൂരിന്റെ ഒരു ഹൃദയ സ്പന്ദനമായിരുന്നു. ഗ്രാമദീപം ചീഫ് എഡിറ്റർ രതീഷ് പുറപ്പുഴ അധ്യക്ഷത വഹിച്ചു. K ഫ്രാൻസിസ് ജോർജ്, സ്റ്റീഫൻ അരീക്കര, K സുരേഷ് ബാബു, വിജോ വിജയൻ, ജസി ആന്റണി, ഹാരിസ് മുഹമ്മദ്, ബാസിദ് ഹസൻ, ഉഴവൂർ വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വേറിട്ടു നിൽക്കുന്ന ഒരു സന്ദേശവുമായി ഗ്രാമജ്യോതി ഓൺലൈൻ പത്രം ഇന്നിവിടെ ആരംഭം കുറിക്കുകയാണ്. സ്ഥായിയായ രാഷ്ട്രീയ സംവാദങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വികസനോന്മുഖമായ പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന ഒരു നിലപാടാണ് തങ്ങൾ സ്വീകരിക്കാൻ പോകുന്നതെന്നാണ് അവർ അവകാശപ്പെട്ടിട്ടുള്ളത്. ഈ സംരംഭത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാ